എം.ടി. രമേശ് ചൂണ്ടിക്കാണിക്കുന്നത് ഒളിവിലിരുന്നു കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാത്രം എന്തൊക്കെ രേഖകളാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെ രാഹുലിന്റെ പക്കൽ ഉള്ളത് എന്നതിനെപ്പറ്റി കൂടി അന്വേഷിക്കണമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശിന്റെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുവാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ ഒളിവിലിരുന്നു കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. ഇത്രമാത്രം കേരളത്തിൽ നാണക്കേടുണ്ടായിട്ടും ഒരു പൊതുസമൂഹമാകെ കോൺഗ്രസ് നേതൃത്വത്തിനായിട്ട് നിരന്തരമായിട്ട് പ്രതികരിച്ചിട്ടും ആ നാണക്കേട് സ്വയം സഹിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരമാവധി സംരക്ഷിച്ചു നിർത്താൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ പരിശ്രമിക്കുന്നത് ഈ ബ്ലാക്ക്മെയിലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബ്ലാക്ക്മെയിൽ മുമ്പിൽ കീഴടങ്ങാൻ മാത്രം, ഭയപ്പെടാൻ മാത്രം കോൺഗ്രസ് നേതാക്കന്മാരുടെ എന്തു രഹസ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട്. ഒളിവിലിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ആരോപിക്കുന്നത്. ഇനിയും പ്രശാന്ത് ശിവന്റെ പ്രതികരണം കൂടി നോക്കേണ്ടതുണ്ട്. ബി.ജെ.പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറയുന്നത് രാഹുലിന് കുടപിടിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ്. രാഹുൽ നിരവധി പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഷാഫിക്ക് അറിയാമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പല വനിതാ നേതാക്കളും രാഹുലിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഷാഫി പറമ്പിലിന് പുച്ഛമായിരുന്നു. അതിനാൽ രാഹുലിന്റെ എല്ലാ മോശം പ്രവർത്തികൾക്കും കുടപിടിക്കുന്നത് ഷാഫി പറമ്പിൽ എം.പി. ആണെന്നാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ ബി.ജെ.പി. അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളെ യാതൊരുവിധ കാരണവശാലും പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരരുത്. നിരവധിയായ പെൺകുട്ടികൾക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് ഭയമുണ്ട്. ധാരാളം പെൺകുട്ടികളോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമായി അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് അന്നത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഷഹനാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ അതിനോട് പ്രതികരിച്ചില്ല എന്നത് മാത്രമല്ല, തികഞ്ഞ പുച്ഛത്തോടു കൂടി അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഷാഫിയോട് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഭാരവാഹി പറയുകയാണ്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി പെൺകുട്ടികളോട് ഇത്തരത്തിൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ സംഘടനയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുകയാണ്. ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നും രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശും ബി.ജെ.പി. പാലക്കാട് സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും രണ്ടും വളരെ ഗുരുതരമായിട്ടുള്ള രണ്ട് വിമർശനങ്ങൾ, ആരോപണങ്ങൾ വരുന്നു. അരുൺ ആലത്തൂർ തുടരുകയാണ്. അരുൺ, ഇതിൽ എം.ടി. രമേശ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം രാഹുൽ ഇത്രത്തോളം വലിയ തോതിൽ വെറുപ്പ് സമ്മാനിക്കുന്ന ഒരു നേതാവായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും നടപടിയെടുക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാകട്ടെ KPCC ആകട്ടെ തയ്യാറാകുന്നില്ല. അപ്പോൾ എം.ടി. രമേശ് ചൂണ്ടിക്കാണിച്ച വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കാരണം എന്തൊക്കെയോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അതായത് തനിക്കെതിരെ നടപടിയെടുത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു പലതും പൊന്തി വരും എന്ന ഭയമാണോ ഈ KCയെയും അതോടൊപ്പം തന്നെ ഷാഫിയെയും KPCCയുടെ അധ്യക്ഷനെയും ഒക്കെ ഈ നടപടിക്ക് മടിപ്പിക്കുന്നത്? ഗൗതം, തീർച്ചയായിട്ടും ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് രാഹുലിനെ സംരക്ഷിക്കുന്ന നടപടികളാണ് ആദ്യം മുതൽക്ക് തന്നെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു ആളെ പിന്നീട് പാലക്കാട്ടേക്ക് തന്നെ കൊണ്ടുവന്ന് പൂർവാധികം ശക്തിയോടെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. എല്ലാ തരത്തിലും കോൺഗ്രസിന്റെ നേതാക്കൾ വലിയ പിന്തുണ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്ന കാഴ്ചയായിരുന്നു കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ശേഷം കാണാനായത്. അതിനുശേഷം പരാതി ഉണ്ടോ എന്ന് ഈ നേതാക്കളൊക്കെയും ചോദിച്ചു. അങ്ങനെ വീണ്ടും പരാതി വന്നു. ഒന്നല്ല രണ്ട്, ഇപ്പോൾ മൂന്നാമതും പരാതികൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിരന്തരം പരാതികൾ വന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പറഞ്ഞത്. അതായത് കെ മുരളീധരനെ പോലുള്ള ആളുകളൊക്കെ ഇതിൽ ശക്തമായ നടപടി പാർട്ടി എടുക്കാൻ പോകുന്നു, ഇതാ നടപടി എടുക്കുന്നു, KPCC അധ്യക്ഷൻ ഉടൻ തന്നെ പ്രതികരണം ഉണ്ടാവും എന്നൊക്കെ തരത്തിലായിരുന്നു പ്രതികരണം ഇന്നലെയൊക്കെ ഉണ്ടായത്. ഇന്നലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും
MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് കോൺഗ്രസ് അതിൽ നിന്ന് പാടെ പുറകോട്ട് പോകുന്ന മലക്കം മറിയുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അത്തരത്തിൽ ഈ പുറകോട്ട് പോകാനുണ്ടായ സാഹചര്യം എന്നുള്ളത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ പല നേതാക്കൾക്കെതിരെയുമുള്ള വിഷയങ്ങൾ രാഹുലിൻ്റെ പക്കലുണ്ട്. ചിലപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുത്താൽ അതൊക്കെ പുറത്തു വിടുമെന്ന് ഭയന്നുകൊണ്ടാണോ കോൺഗ്രസ് ഇതിൽ നിന്നും പിന്മാറിയത് എന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ളതാണ്. ഏതായാലും രാഹുലിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് കൃത്യമായിട്ട് കോൺഗ്രസ് കീഴടങ്ങുന്നു എന്നുള്ളത്. ഒപ്പം അരുൺ, ഈ ഷാഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതും അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമെല്ലാം നമുക്കറിയാം ഷാഫി പറമ്പിലിന്റെ പിന്തുണയോട് കൂടിയാണ്, ആശീർവാദത്തോടു കൂടിയാണ്. ഇതിൽ പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ ഇരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ തന്നെ പല വനിതാ നേതാക്കൾ, അത് സ്ത്രീകൾ മാത്രമല്ല മറ്റ് പുരുഷന്മാരും ഈ രാഹുലിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പരാതി ഷാഫിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ഈ പരാതി ഉന്നയിച്ച നേതാക്കളോട് പരമപുച്ഛമായിട്ടുള്ള ഭാവമാണ് ഷാഫി പറമ്പിൽ കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ കാണിച്ചുകൊണ്ടിരുന്ന പ്രവർത്തികൾ മുഴുവൻ ഷാഫിക്ക് അറിയാമായിരുന്നു എന്ന പ്രശാന്ത് ശിവന്റെ വിമർശനം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ഗൗതം, തീർച്ചയായിട്ടും അത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഷഹനാസ് എന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് തന്നെ വെളിപ്പെടുത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും, രാഹുൽ ഇത്തരത്തിലൊരു മോശം വ്യക്തിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ഷാഫി പറമ്പിലിനെ ധരിപ്പിച്ചിരുന്നു. ഇത്തരം ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ സംഘടനയിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, വനിതാ പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് കൃത്യമായി ഷാഫി അറിയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഷാഫി അറിയിച്ചപ്പോഴും ഷാഫി അതിന് പ്രതികരണമായിട്ട് ഒരു ഇമോജി മാത്രം തിരിച്ചയക്കുകയായിരുന്നു, ഒരു സ്മൈലി തിരിച്ചയക്കുകയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പിന്നീട് ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്നും ഈ രാഹുലിനെ സംരക്ഷിക്കുന്നതും, രാഹുൽ ഇത്തരമൊരു മോശം ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുലിന് എല്ലാവിധ പിന്തുണയും ഷാഫി പറമ്പിൽ നൽകി എന്നുള്ളതാണ് ഷഹനാസ് വെളിപ്പെടുത്തിയത്. ഏതായാലും ഷഹനാസിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമേറിയതാണെന്നുള്ളത് തന്നെയാണ് BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരാണ്. ഷാഫിക്ക് എല്ലാം, രാഹുലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു. എന്നിട്ടും ഷാഫി പറമ്പിൽ ഇതെല്ലാം മനസ്സിലാക്കി, ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് അവതരിപ്പിച്ച് ജനങ്ങളെ ആകെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല കോൺഗ്രസിനെയും വഞ്ചിക്കുകയായിരുന്നു. ഇത്തരം ഒരു മോശം വ്യക്തിയെ കോൺഗ്രസിൻ്റെ ഒരു നേതൃപദവിയിലേക്ക് എത്തിച്ചതുൾപ്പെടെ ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിൽ ഈ കാര്യത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്ന, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല പ്രശാന്ത് ശിവൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, രാഹുലിനെ തപ്പി ഇങ്ങനെ പോലീസ് നടക്കുന്ന വേളയിൽ ആദ്യം പോലീസ് ചെയ്യേണ്ടത് ഈ ഷാഫി പറമ്പിലിൻ്റെ ഫോൺ പരിശോധിക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ ഫോൺ പരിശോധിക്കുകയും ഷാഫിയെ പിടിക്കുകയും ചെയ്താൽ രാഹുലിനെ കണ്ടെത്താൻ കഴിയും എന്നുൾപ്പെടെയുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ഇനി ഒരുപാട് കഥകൾ വരാനായിട്ടുണ്ട്. അതായത് ഷാഫിയെ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള കഥകൾ വരാനായിട്ടുണ്ട്. കോൺഗ്രസിലെ പല നേതാക്കൾക്കും രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും അവർ അതിലൊക്കെ മൗനം ഭജിക്കുകയായിരുന്നു ചെയ്തത് എന്ന് മാത്രമല്ല, ഷാഫി പറമ്പിലാണ് രാഹുലിനെ കുട പിടിച്ചിട്ടുള്ളത് എന്നുള്ള വളരെ നിശിതമായ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല ഷാഫിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ രാഹുലിനെ കണ്ടെത്താൻ കഴിയുമെന്നും പ്രശാന്ത് ശിവൻ പറയുകയുണ്ടായി.